ഇടുക്കി മൂന്നാർ ടൗണിൽ പടയപ്പ ഇറങ്ങി ആറൂർ ജംഗ്ഷനിൽ ഇറങ്ങിയ പടയപ്പ വഴിയോര കടകൾ തകർത്തു. മൂന്നാർ പഞ്ചായത്തിന്റെ അപ്സൈക്കിൾ പാർക്കിംഗിനും പടയപ്പ കേടുപാടുകൾ വരുത്തി. ഇന്ന് രാവിലെ ഇവിടെ ഒരു 4 മണിയോടുകൂടി ടൗണിൻ്റെ അകത്ത് കാട്ടാന ഇറങ്ങിയായിരുന്നു. ഇപ്പോൾ നമുക്ക് സീസൺ തുടങ്ങിയതുമാണ്. സീസൺ തുടങ്ങിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൂറിസ്റ്റ് ആൾക്കാരെല്ലാം അവർ രാത്രിയിൽ ഇങ്ങോട്ട് വരുമ്പോൾ ജനവാസ മേഖലയിലേക്ക് ഇതുപോലെ വന്യമൃഗങ്ങളുടെ ശല്യം സംബന്ധിച്ച് ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാകും. അതുകൊണ്ട് ഇതിനെതിരെ ഫോറസ്റ്റുകാരും പോലീസുകാരും അത് ബന്ധപ്പെട്ട അധികാരികളും വേണ്ട നടപടികൾ എടുക്കണമെന്ന് മൂന്നാറിലെ നൈറ്റ് ആൻഡ് ഗൈഡ് അസോസിയേഷനും ബാക്കി ജനങ്ങളും ഗവൺമെന്റിനെ ബോധിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. വിവരങ്ങളുമായി ഇപ്പോൾ ബിനീഷ് ആന്റണി ചേരുന്നുണ്ട്. ബിനീഷ്, ഇടുക്കിയിൽ വീണ്ടും പടയപ്പ ഇറങ്ങി എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത്. ഏറെ നാളായി ഇത്തരം പടയപ്പയുടെ വാർത്തകളൊന്നും പുറത്തു വന്നിട്ടുണ്ടായിരുന്നില്ല. മദപ്പാടിലാണോ ഇപ്പോഴും പടയപ്പ ഉള്ളത്? മറ്റു വിശദാംശങ്ങൾ എങ്ങനെയാണ്? പടയപ്പയുടെ മദപ്പാട് മാറിയെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഈ തോട്ടം മേഖല കേന്ദ്രീകരിച്ചാണ് ഈ പടയപ്പയുടെ ഒരു സഞ്ചാര മാർഗം ഉണ്ടായിരുന്നത്. നിലവിൽ മാട്ടുപ്പെട്ടി ആണെങ്കിൽ അടുത്ത ദിവസം വേറെ എസ്റ്റേറ്റ് വാഗവാര തുടങ്ങിയ കലാറ എസ്റ്റേറ്റുകൾ ആയിരിക്കും. പക്ഷെ എന്നാൽ ഇന്നലെ രാത്രിയോടെ ഈ പടയപ്പ 8 മണിക്ക് ഗ്രാമസ്ഥാന സ്റ്റേഷനിലേക്ക് വരുന്നു. പിന്നീട് ഇവിടുന്ന് ഒരു ഓട്ടോ വീട്ടിലേക്ക് വരുന്നതിനിടയിൽ ആ ഓട്ടോ നേരെ ആക്രമിക്കുന്നു. അതിൽ കറുപ്പസ്വാമി എന്ന ഡ്രൈവർക്ക് സാരമായ പരിക്കേൽപ്പിക്കുന്നു. ഓട്ടോ പൂർണ്ണമായും തന്നെ നശിപ്പിച്ചു എന്ന് വേണം നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ പുലർച്ചെ 4 മണിയോടെ വീണ്ടും പടയപ്പ മൂന്നാർ ടൗണിന് സമീപമുള്ള ആറോ ജംഗ്ഷനിലെത്തുന്നു. അവിടെയുള്ള വഴിയോര കടകൾ ആക്രമിക്കുന്നു. ഇവിടെ ഈ വിനോദസഞ്ചാരികൾക്കായി നിരവധി ക്യാരറ്റുകൾ സൂക്ഷിച്ച ഒരു ഇടമാണ് വഴിയോര കടകളുണ്ട്. ഈ വഴിയോര കടകളെല്ലാം തകർത്ത് ക്യാരറ്റുകൾ തകർക്കുന്നു. പിന്നീട് ആളുകൾ ബഹളം വെച്ചതോടെ പടയപ്പ അവിടെ നിന്ന് പിൻവാങ്ങി. പിന്നീട് പഞ്ചായത്തിന്റെ ഒരു അപ്സൈക്കിൾ പാർക്കുണ്ട് പഴയ മൂന്നാർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന. ഈ അപ്സൈക്കിൾ പാർക്കിന്റെ സൈഡ് കൈവരികളും അതോടൊപ്പം തന്നെ ബോർഡും എല്ലാം തന്നെ നശിപ്പിച്ചിട്ടുണ്ട്. പിന്നീട് ആളുകൾ വലിയ രീതിയിൽ ബഹളം വെച്ചതോടെയാണ് പടയപ്പ ഇവിടെ നിന്ന് പിൻവാങ്ങിയത്. ഏതായാലും കഴിഞ്ഞ കോവിഡ് കാലത്താണ് പടയപ്പ ടൗണിലേക്ക് സമാന രീതിയിൽ എത്തി തുടങ്ങിയിരുന്നത്. നിരവധി തവണ പടയപ്പ ടൗണിലെ മാർക്കറ്റിൽ അതിക്രമിച്ച് കയറാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്നാൽ ആളുകൾ തുരത്തുകയായിരുന്നു. പിന്നീട് ഈ ടൗണിന് സമീപമുള്ള മറ്റൊരു പഴക്കട ഒരു 4 തവണ പടയപ്പ തകർത്തിട്ടുണ്ട്. പിന്നീട് പടയപ്പ ഓടിച്ച ശേഷമാണ് പടയപ്പ തോട്ടം മേഖല തിരിച്ച് സഞ്ചാരമാർഗമാക്കിയത്. പിന്നീട് ടൗണിലേക്ക് എത്താൻ കൂട്ടാക്കിയില്ല. ഇന്ന് പുലർച്ചെയാണ് ഈ പടയപ്പ ടൗണിന് സമീപം എത്തിയത്. ഏകദേശം ടൗണിന് 20 മീറ്റർ മാറി തന്നെയാണ് ഈ പടയപ്പ ഇത്തരത്തിൽ ഈ വഴിയോര കടകൾക്കുമായി തന്നെ കേടുപാടുകൾ വരുത്തിയിരിക്കുന്നത്. ഏതായാലും പടയപ്പ ഇപ്പോൾ ജനവാസ മേഖലയിൽ നിന്ന് പിൻവാങ്ങിയിട്ടുണ്ട്. വനത്തിനുള്ളിലുണ്ട്. ഏതായാലും പടയപ്പ ഈ ആഹാരം തേടി ജനവാസ മേഖലകൾ അല്ലെങ്കിൽ ആളുകൾ തിങ്ങിപ്പാർക്കുന്ന മേഖലകളിലേക്ക് ഇറങ്ങുന്ന ഒരു സ്ഥിതിവിശേഷം തന്നെയാണ് ഈ കാണാൻ സാധിക്കുന്നത്. അതുപോലെ പടയപ്പ വനവകുപ്പ് തുരത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും പടയപ്പ ഈ തീറ്റ തേടി ജനവാസ മേഖലയിൽ എത്തുന്ന ഒരു സ്ഥിതിവിശേഷം ഇപ്പോഴും അത് പടയപ്പ പിന്തുടരുകയാണെന്ന് വേണം പറയാൻ സാധിക്കുന്നത്. ശരി, ബിനീഷ് ആന്റണിയാണ് വിവരങ്ങൾ നൽകിയത്.